ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുദ്ധ സാഹചര്യത്തിൽ ഗ്യാസ് സിലിണ്ടറുകളുടെ ലഭ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG ഉപയോഗം കുറയ്ക്കുകയും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയാണ് കേന്ദ്ര സർക്കാർ. വീടുകളിൽ പാചകവാതകം കിട്ടുമോ എന്ന ആശങ്ക വേണ്ടെന്നാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ അറിയിക്കുന്നത്. പതിവ് പോലെ തന്നെ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് പാചകവാതകം വീടുകളിലെത്തും. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ പാചകവാതകം കിട്ടാക്കനിയാകുമെന്ന പ്രചാരണത്തെ തുടർന്ന് ആശങ്കയിലായിരുന്നു ഉപഭോക്താക്കൾ. ഗ്യാസ് സിലിണ്ടറിന് അസാധാരണ ബുക്കിംഗ് വന്നതോടെ സെർവർ വരെ ഡൗൺ ആയി. നിലവിൽ പഴയതുപോലെ തന്നെ പാചക വിതരണം നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾക്ക് മാത്രമാണ് നിയന്ത്രണം വന്നിരിക്കുന്നത്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് തടസ്സം കൂടാതെ തന്നെ പാചകവാതകം ലഭിക്കുന്നതായിരിക്കും. പൊതുമേഖലാ എണ്ണ കമ്പനികൾ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ ഉൽപ്പാദനം കുറച്ചു. 20% മാത്രമാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുന്നത്. ഞായറാഴ്ചത്തെ കണക്കനുസരിച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നിവയുടെ ബോട്ടിലിംഗ് പ്ലാന്റുകളിൽ 14,536.8 മെട്രിക് ടൺ ഗാർഹിക ആവശ്യത്തിനും 1,267.1 മെട്രിക് ടൺ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പാചകവാതകവും സ്റ്റോക്കുണ്ട്. 3,991 മെട്രിക് ടൺ, 457 മെട്രിക് ടൺ ക്രമത്തിലാണ് റീറ്റെയിൽ സ്റ്റോക്ക്. നിലവിലെ ശേഖരം അനുസരിച്ച് IOCL നിന്ന് 18.7 ദിവസം വിതരണം ചെയ്യാനുള്ള ഗാർഹിക പാചകവാതകവുമുണ്ട്. BPCയുടേത് 8 ദിവസത്തേക്കും HPCയുടേത് 9 ദിവസത്തേക്കും വിതരണം ചെയ്യാൻ കഴിയും. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്റ്റോക്ക് വരുമെന്നാണ് അധികൃതർ പറയുന്നത്. കേന്ദ്ര സർക്കാർ നിയന്ത്രണമുള്ളതിനാലാണ് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വിതരണം വെട്ടിക്കുറച്ചത്. IOCയിൽ 10.5 ദിവസത്തേക്ക് വാണിജ്യ സിലിണ്ടർ സ്റ്റോക്കുണ്ട്. വയോജന സദനങ്ങൾ, ഹോസ്പിറ്റൽ, അനാഥാലയം, സ്കൂൾ, ജനകീയ ഹോട്ടലുകൾ, സർക്കാർ പൊതുമേഖലാ ഓഫീസ് ക്യാമ്പസിലെ ക്യാൻറ്റീനുകൾ എന്നിവയ്ക്കാണ് മുൻഗണന നൽകിയത്. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾ വിതരണം ചെയ്യുക. ഹോട്ടൽ മേഖലയിൽ സിലിണ്ടർ ലഭിക്കാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കി. ഓരോ ദിവസവും അടച്ചിടുന്ന ഹോട്ടലുകളുടെ എണ്ണം വർദ്ധിച്ചു. സംസ്ഥാനത്തെ സാഹചര്യം പരിഗണിച്ച് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള സിലിണ്ടറുകൾ കൂടുതൽ ലഭ്യമാക്കുന്നതിന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ട് ചർച്ച നടത്തും. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകം വിതരണം പഴയതുപോലെ തന്നെ നടത്തുമെന്നും അറിയിച്ചു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്.